ഹായ് ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുകയാണ്. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അപർണ ചെയ്ത ചതിക്ക് അല്ലെങ്കിൽ അപർണ ചെയ്ത ആരോടും ചോദിക്കാതെ മറ്റൊരാളുടെ റൂമിൽ കയറുക, അതിൽ എന്തെങ്കിലും സാധനങ്ങൾ പരിശോധിക്കുക, അതൊരു തെറ്റായ കാര്യം തന്നെയാണ്. അത് കണ്ടുപിടിച്ചത് കൊണ്ട് അപർണയ്ക്ക് ഒരു പണി കിട്ടി, എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് തമ്പിയുടെ മകളായതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ പ്രതികാര ബുദ്ധി കാണും. എന്നാൽ ഇന്നത്തെ ഒരു അപർണയ്ക്ക് പിന്നാലെ പോയി ചോദിച്ച് പണി വാങ്ങുക എന്ന് പറയത്തില്ല, അതേ സ്വഭാവം തന്നെയാണ്. ഇന്ന് വീണ്ടും അപർണ എല്ലാവരുടെ മുന്നിൽ പോയി ഒരു പണി എരന്ന് വാങ്ങി അവസാനം നാണം കെട്ട് നാറി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കണ്ടേ? അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അപർണ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് കുടുങ്ങിപ്പോയി. എല്ലാവരുടെയും മുന്നിൽ അപർണ നാണം കെട്ടു. അപ്പോൾ ഈ ഒരു കാര്യം അമൽ പറഞ്ഞ് അപർണയെ കളിയാക്കുവാണ്. നിനക്ക് ഒരു നാണമുണ്ടോ? എന്നിട്ടും അപർണ ആ ഒരു ചെയ്ത കുറ്റത്തെ, ആ ചെയ്ത കാര്യം അപർണ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് കണ്ടപ്പോൾ അമലിന് സഹിച്ചില്ല. അമൽ അതിന്റെ പേരിൽ ഒരുപാട് അപർണയെ കുറ്റപ്പെടുത്തി. നിനക്ക് നാണമുണ്ടോ? നീ ഇത്രയും തെറ്റ് ചെയ്തിട്ടും സ്വന്തം ചെയ്ത ആ ഒരു തെറ്റ് നീ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നല്ലേ, ഭയങ്കര മോശമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി അപർണയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു പണി തന്നെ കൊടുത്തു എന്ന് പറയാൻ പറ്റും. അങ്ങനെ അവസാനം അപർണ പെട്ടു. അങ്ങനെ അവസാനം ഈ ഒരു പോര് അമലും അപർണയും തമ്മിലുള്ള ആ ഒരു വഴക്ക് ഇങ്ങനെ മൂർച്ഛിച്ചു. അമലിനോട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അമല് അപർണയെ കുറ്റപ്പെടുത്തിയതിനു ശേഷം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു ചെയ്ത തെറ്റിന്റെ പേരിൽ നിന്റെ ഏട്ടനും ഏട്ടത്തിക്ക് ഞാനൊരു പണി കൊടുത്തിരിക്കും. ഇതിന്റെ പേരിൽ നിന്റെ ഏട്ടത്തി കരഞ്ഞ് എൻ്റെ കാലിൽ പിടിക്കേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കും. ജാനകിയും അഭിയും ഇനി വേദനിക്കുന്ന ദിവസങ്ങളായിരിക്കുമെന്ന് അമലിന്റെ മുന്നിൽ അപർണ വലിയ വെല്ലുവിളിയൊക്കെ നടത്തി. എന്നിട്ട് അമൽ പോയതിന് പിന്നാലെ തന്നെ തമ്പിയെ വിളിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. തമ്പിയാണെങ്കിൽ അപർണയുടെ ആ ഒരു ഫോട്ടോ, അപർണ അയച്ചു തരുന്ന ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. അതിനിടയിലാണ് ഇതുപോലെ അപർണയുടെ കോള് വന്നത്. അപ്പോൾ അപർണ തമ്പിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛാ എങ്ങനെയാണ് സംഭവിച്ചത്? അവസാനം ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു എന്നൊക്കെ പറയുമ്പോഴും തമ്പി വീണ്ടും ചോദിച്ചു, നീ ആ ഫോട്ടോ എടുക്കാത്തത് എന്താ, അല്ലെങ്കിൽ നീ ആ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാത്തത് എന്താ? എന്നാൽ അച്ഛാ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ കയറിയതിന് ശേഷം എനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഫോട്ടോയായിരുന്നു. ഞാൻ ഫോൺ എടുത്തോണ്ട് പോയില്ല, അതുകൊണ്ടാണ് സംഭവിച്ചത്. പക്ഷെ തമ്പി അപ്പോഴും തമ്പിക്ക് എന്തൊക്കെയോ സൂചനകൾ കിട്ടി. തമ്പി പറയുന്നത്, നീ എന്തായാലും ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു, എന്തായാലും പോട്ടെ, നമുക്കിനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നടന്നത് നടന്നു കഴിഞ്ഞു, നമുക്കിനി ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കാം. പക്ഷെ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ജാനകിയുടെ സത്യങ്ങളെല്ലാം, രഹസ്യങ്ങളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. ജാനകി ഒളിപ്പിക്കുന്ന രഹസ്യങ്ങളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. ജാനകി എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെടുത്തും. അതിനുശേഷം ജാനകി കരയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ജാനകിയുടെ അമ്മയെ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപർണ ഭയങ്കര വെല്ലുവിളി നടത്തി. അങ്ങനെ കോൾ കട്ട് ചെയ്തതിന് ശേഷം തമ്പിക്ക് ഭയങ്കര ഒരു ദേഷ്യമാണ്. തമ്പിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപർണ പറഞ്ഞത് ആ ഫോട്ടോയിലുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല, ആ ഫോട്ടോയിലുള്ള ആളെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. തമ്പി ഊഹിച്ചു അത് എൻ്റെ ഫോട്ടോയായിരിക്കും, ഉറപ്പാണ്, അഭി കൊണ്ടുപോയത് എൻ്റെ ഫോട്ടോയാണ്. സക്കീർ ഭായ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ആ ഫോട്ടോ കൊണ്ടുവന്നത് തന്നെ ഞാനാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാനാണെന്ന് മനസ്സിലായി. ഇത് ഞാനല്ലേ എന്ന് സക്കീർ ഭായിയോട് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ ഫോട്ടോയാണെന്ന് കൺഫേം ആയി. അതിനുശേഷം ഇത് വെച്ചൊരു പണി ഉണ്ടാക്കാനായിട്ടാണ് എനിക്കൊരു പണി തരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നും തമ്പിക്ക് മനസ്സിലായി. ഇനി ഈ ഒരു പ്രശ്നം സോൾവ് ആക്കണമെങ്കിൽ അപർണയെ ഒന്ന് തണുപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അപർണയെ കാണാനായിട്ട് വീട്ടിലോട്ട് പോയിട്ട് ഈ പ്രശ്നത്തിനൊന്ന് സോൾവ് ചെയ്യണം എന്നാണ് തമ്പി വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാതെ രാധാമണി കിടന്നുറങ്ങുമ്പോൾ രാധാമണി ഓരോ നിമിഷവും ജാനകി വന്നതിന് ശേഷമുള്ള നിമിഷങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാനകി തന്നോട് യാത്ര പറഞ്ഞു പോകുന്ന ആ ഒരു നിമിഷം രാധാമണി ഓർത്തെടുക്കുകയും പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീക്കുകയാണ്. ഇതേ സ്വപ്നം തന്നെ ജാനകിയും കണ്ടു. അമ്മയെന്നും പറഞ്ഞ് ജാനകി ഞെട്ടി എണീറ്റു. രാധാമണിയെ സമാധാനിപ്പിച്ച്, എന്താ പറ്റി രാധാമണി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്ത് പറ്റി, മോളെ സ്വപ്നം കണ്ടോ, നീ കുഴപ്പമില്ല, കിടന്നുറങ്ങ്, എല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞ് മേരിക്കുട്ടിയമ്മ രാധാമണിയെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കി.
ഇതേ സമയത്ത് മേരിക്കുട്ടിയമ്മ തന്നെ വിചാരിക്കുവാണ് ജാനകി പോയതിന് ശേഷം ഇതേപോലെ ഒരു മകളെ കണ്ടിട്ടുണ്ടാവില്ല. ജാനകി പോയതിനു ശേഷം ഭയങ്കര സങ്കടത്തിലാണ് രാധാമണി. ഇതേ സങ്കടം തന്നെയാണ് ജാനകിക്കും. രാധാമണിയെ വിട്ട് മാറിയതിനു ശേഷം ജാനകിക്കും സങ്കടമുണ്ട്. ജാനകി പറഞ്ഞത്, ഞാൻ അമ്മ എന്നെ മോളെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് എണീക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്നാണ്. അഭിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അഭി സമാധാനിപ്പിച്ച് ജാനകിയോട് കിടക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ മേരിക്കുട്ടിയമ്മ രാധാമണിക്ക് ചായ കൊണ്ടു കൊടുത്തു. ചായ കൊണ്ടു കൊടുത്തതിന് ശേഷം അവിടെ കുഴപ്പമൊന്നുമില്ല. മേരിക്കുട്ടിയമ്മ നോക്കുമ്പോൾ രാധാമണിക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇരിക്കുവാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഇന്നലെ രാധാമണി ഉറക്കം എണീറ്റതല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഞെട്ടി ഉറക്കം എണീറ്റതിന് ശേഷം ഞാനും ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഈ ചായ കുടിക്കെല്ലാം ക്ഷീണവും മാറട്ടെ. പക്ഷെ ചായ കുടിക്കാൻ കൂട്ടാക്കിയില്ല. രാധാമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജാനകിയെ പോലുള്ള ഒരു മകളെ രാധാമണിക്ക് കിട്ടത്തില്ല. അത്രത്തോളം ജാനകി തൻ്റെ അമ്മയെ തേടി ഒരുപാട് അലഞ്ഞു. അങ്ങനെ രാധാമണിയെ കണ്ടെത്തി. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് രാധാമണിക്ക് ഒപ്പം ഇരുന്ന് ജാനകി ഓരോ കാര്യങ്ങളും ചെയ്തു. ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് നോക്കിയത്. ഇതുപോലൊരു മകളെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ മേരിക്കുട്ടിയമ്മ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം രാധാമണിക്ക് കേൾക്കാം, മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല. എല്ലാം ഓക്കെ ആകും എന്ന് മേരിക്കുട്ടിയമ്മയും വിശ്വസിച്ചു. പക്ഷേ ഈ സമയത്ത് അവിടെ പ്രഭാവതി അടുക്കളയിൽ നല്ല തിരക്കിട്ട ജോലിയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപർണ വരികയും എന്നിട്ട് അപർണ വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ് എടുത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപർണയുടെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് പ്രഭാവതി ഒന്ന് ചിരിക്കുവാണ്. തലേദിവസം ഇപ്പോൾ ഒരാളുടെ റൂമിൽ അറിവില്ലാതെ അവരുടെ അനുവാദമില്ലാതെ കയറുന്നത് തെറ്റ് തന്നെയാണ്. ഇത്രയും തെറ്റ് അവൾ ചെയ്തിട്ട് ഒന്നും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ വന്ന് ആ ഒരു വെള്ളം വന്ന് കുടിക്കുന്നത് കണ്ടപ്പോൾ പ്രഭാവതിക്ക് ചിരി വന്നു. പ്രഭാവതി ചിരിക്കുവാണ്. എന്നാൽ ഇത് കണ്ടിട്ട് രാധാമണി അവിടെ അപർണ ഭയങ്കര ദേഷ്യം വന്നു. അപർണ പ്രഭാവതിയോട് ദേഷ്യപ്പെടുകയും, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചിരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപർണ ദേഷ്യപ്പെട്ടു. നീ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണോ എന്നാണ് അപർണയോട് പ്രഭാവതി ചോദിച്ചത്. ഇത്രയും തെറ്റ് ചെയ്തിട്ടും നീ സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നതല്ലേ? ഒരാളോട് അവരുടെ റൂമിൽ കയറുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. അതിന് എന്താണെങ്കിലും ഒന്നെങ്കിൽ അവരോട് അനുവാദം ചോദിക്കണം, ഇല്ലെങ്കിൽ അവരുള്ളപ്പോൾ കയറണം, ഇല്ലെങ്കിൽ വേറെ ഒരാളുടെ സാന്നിധ്യത്തിൽ കയറണം. ഇത് അവർ പോകാനായിട്ട് തക്കം പാത്തിരുന്നത് പോലെ ആരുടെയും സാന്നിധ്യമില്ലാതെ അവർ പോയതിനു ശേഷം അവരുടെ റൂമിൽ കയറി പരിശോധിക്കുന്നത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞ് പ്രഭാവതി അപർണയെ കുറ്റപ്പെടുത്തി. ഇത് സഹിക്കാൻ പറ്റാതെ അപർണ തിരിച്ചും പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ വഴക്കായപ്പോൾ ഞാൻ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളിപ്പോൾ ജാനകിയെയും അഭിയെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇത്രയും നാളും ഞാൻ അവരെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ എനിക്കൊപ്പം നിന്നിട്ട് പെട്ടെന്ന് മറുകണ്ഠം ചാടുന്ന നിങ്ങളെ പോലത്തെ സ്വഭാവം എനിക്കില്ല എന്ന് പറഞ്ഞ് അപർണ ഒരുപാട് കുറ്റപ്പെടുത്തി. കയ്യിലിരുന്ന ഗ്ലാസ് എടുത്ത് എറിയുകയും എന്നിട്ട് പ്രഭാവതി അടിക്കാൻ വരെ കൈയോങ്ങുന്ന ഒരു അവസ്ഥയിലെത്തി. പ്രഭാവതി അതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രവൃത്തിയേക്കാൾ നാണക്കെട്ട പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അപർണ പോയത്. പക്ഷേ പ്രഭാവതിക്ക് ആ വാക്കുകൾ ഒരുപാട് വേദനിപ്പിച്ചു. ഇത്രയും സ്വന്തം ഭർത്താവ് മരിച്ചിട്ടും ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത് തൻ്റെ മക്കളാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും തൻ്റെ മക്കൾക്കൊപ്പം ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെയും അപർണ കുറ്റപ്പെടുത്തിയപ്പോൾ പ്രഭാവതിക്ക് സഹിച്ചില്ല. അങ്ങനെ അപർണ എങ്ങനെയെങ്കിലും ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, ജാനകി എവിടെ പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് അപർണ കാത്തിരുന്നത്. രാവിലെ തന്നെ തമ്പി അളകാപുരിയിൽ എത്തിയിട്ടുണ്ട്. തമ്പിയെ കണ്ടപാടെ തന്നെ പൊന്നു പേടിച്ച് ഓടി. ഈ ശബ്ദം കേട്ടിട്ട് അഭിയും ജാനകിയും ഒക്കെ വന്നു. തമ്പി വന്നതിന് ശേഷം തമ്പിയുടെയും അഭിയുടെയും സംസാരം കേട്ടിട്ട് അമലും പിന്നാലെ അപർണയും വന്നു. അങ്ങനെ അപർണ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. റൂമിൽ കയറി നിന്ന ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് തമ്പി സംസാരിക്കുവാണ്. ചിലപ്പോൾ അപർണയ്ക്ക് എന്തെങ്കിലും പേപ്പർ എടുക്കാനോ ചാർജ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവൾ കയറിയത്. എന്നാൽ ആ ഒരു തക്കം പാത്തിട്ട് റൂം പൂട്ടിയത് തെറ്റായി പോയി എന്നാണ് തമ്പിയുടെ വാദം. എന്നാൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപർണ പറഞ്ഞത് ജാനകിയാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്നാണ്. അഭിയേട്ടനല്ല, ഞാൻ റൂമിൽ കയറുന്നത് കണ്ടിട്ട് ജാനിയേട്ടത്തി റൂം ലോക്ക് ചെയ്തു എന്നാണ് അപർണ പറയുന്നത്. ഞാൻ ഒരിക്കലും റൂം ലോക്ക് ചെയ്തിട്ടില്ല എന്ന് ജാനകി തീർത്തും പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അവസാനം തമ്പി പറഞ്ഞത് ജാനകി മാപ്പ് പറയണമെന്നാണ്. ഒരുപാട് സംസാരിച്ചു. അവസാനം ജാനകി പറഞ്ഞു, ഞാൻ മാപ്പ് പറയാം. അപർണയോട് പറയുവാണ്, ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പോൾ നീ പറയുന്നത് ഞാനാണ് റൂം ലോക്ക് ചെയ്തതെന്നാണ്. ശരി, ഞാൻ റൂം ലോക്ക് ചെയ്തത് ഞാൻ തന്നെ എന്നിരിക്കട്ടെ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. പക്ഷേ
ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കണമെങ്കിൽ ആരോടും അനുവാദം കൂടാതെ റൂമിൽ കയറിയതിന് നീ എല്ലാവരോടും ഞങ്ങളോടും ക്ഷമ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് തിരിച്ച് നിന്നോട് ക്ഷമ ചോദിക്കാം എന്നാണ് ജാനകി പറഞ്ഞിരിക്കുന്നത്. അപർണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജാനകി ക്ഷമ ചോദിക്കണമെങ്കിൽ താൻ ചെയ്ത കുറ്റത്തിന് അവരോടും മാപ്പ് പറയണം. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണ് അപർണ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അപർണ ജാനകിയോട് മാപ്പ് ചോദിക്കുമോ, അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉടലെടുക്കുമോ? എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.